ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ബേസായുള്ള എക്സാമുകൾ തൊട്ട് മുൻവർഷ ചോദ്യപേപ്പറുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2011 LDC തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. മുൻപത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരമേത്? ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈ നഗരത്തിലാണ്. 1986 ചെന്നൈയിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. 1986 ചെന്നൈയിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആര്? ദുർഗ. ദുർഗയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. 1978 ഒക്ടോബർ 3 കൊൽക്കത്തയിൽ ബേബി ദുർഗ ജനിച്ചത്. 1978 ഒക്ടോബർ 3 കൊൽക്കത്തയിലാണ് ബേബി ദുർഗ ജനിച്ചത്. ഇതിന് നേതൃത്വം നൽകിയ ഡോക്ടർ സുഭാഷ് മുഖോപാധ്യായാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷയാണ്. ബേബി ഹർഷയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. ഇത് 1986 മുംബൈയിലായിരുന്നു. 1986 മുംബൈയിൽ. ഇതിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഇന്ദിര ഹിന്ദുജയായിരുന്നു. ഡോക്ടർ ഇന്ദിര ഹിന്ദുജ. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ ആണ്. ലൂയി ബ്രൗൺ ആണ് ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. ഇത് 1978 ജൂലൈ 25 ജനിച്ചത്. 1978 ജൂലൈ 25. ഇതിന് നേതൃത്വം നൽകിയ ഡോക്ടർമാർ ഡോക്ടർ റോബർട്ട് എഡ്വേർഡ് ആൻഡ് ഡോക്ടർ പാട്രിക് സിസ്റ്റിപ്പെഡോ ആയിരുന്നു. ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ റോബർട്ട് എഡ്വേർഡ് ആണ്. ഡോക്ടർ റോബർട്ട് എഡ്വേർഡ് ആണ് ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതിൻ്റെ എല്ലാം സംയുക്തമാണ് അമോണിയ? നൈട്രജൻ, ഹൈഡ്രജൻ. നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും സംയുക്തമാണ് അമോണിയ. നൈട്രജൻ ഹൈഡ്രോക്സൈഡ് ആണ് അമോണിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. NH3 ആണ് അമോണിയ. നൈട്രജൻ ഹൈഡ്രോക്സൈഡ് ആണ് അമോണിയ. അമോണിയ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. ജോസഫ് പ്രീസ്ലിയാണ് അമോണിയ കണ്ടുപിടിച്ചത്. ക്ഷാരസ്വഭാവമുള്ള ഏകവാതകം അമോണിയാണ്. ക്ഷാരസ്വഭാവമുള്ള ഏകവാതകം അമോണിയാണ്. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയയാണ്. ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ കണ്ടെത്തിയത് ഫ്രിറ്റ്സ് ഹേബറാണ്. ഫ്രിറ്റ്സ് ഹേബറാണ് ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ചത്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്ത ഏത്? ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത്. ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ് വിൻഡോസ്, യൂനിക്സ്, ലിനക്സ് എന്നിവ. ഉബുണ്ടു, ലിനക്സ്, വിൻഡോസ് ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ്. എന്താണ് ഡാർട്ട് സിസ്റ്റം? ഡാർട്ട് സിസ്റ്റം സുനാമി മുന്നറിയിപ്പ് സംവിധാനം. സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട് സിസ്റ്റം. സുനാമി മുന്നറിയിപ്പ് സംവിധാനം ലോകത്ത് ആദ്യമായി നിലവിൽ വന്ന രാജ്യം ജപ്പാനാണ്. ഇന്ത്യയിലെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം BPR എന്ന പേരിൽ അറിയപ്പെടുന്നു. ബോട്ടം പ്രഷർ റെക്കോർഡർ. BPR എന്ന ബോട്ടം പ്രഷർ റെക്കോർഡറാണ് ഇന്ത്യയിലെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം. ലോകത്തിലെ സുനാമി ബെൽറ്റ് എന്ന് വിളിക്കുന്നത് ജപ്പാൻ, തായ്വാൻ ദ്വീപുകൾക്കിടയിലെ പ്രദേശമാണ്. ജപ്പാൻ, തായ്വാൻ ദ്വീപുകൾക്കിടയിലെ പ്രദേശമാണ് ലോകത്തിലെ സുനാമി ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി. നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത് 1986 ഓഗസ്റ്റ് 1 1986 ഓഗസ്റ്റ് 1 നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലായി നീലഗിരി ബയോസ്ഫിയർ റിസർവ് വ്യാപിച്ചെടുക്കുന്നു. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. ഉദകമണ്ഡലം അഥവാ ഊട്ടിയാണ് നീലഗിരിയുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് നീലഗിരി. അവശിഷ്ട പർവ്വതത്തിന് ഒരു ഉദാഹരണമാണ് നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തിലെ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ദിബ്രു സൈഖോവയാണ്. ആസാമിലെ ദിബ്രു സൈഖോവ. യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ ബയോ റിസർവുകൾ നീലഗിരി, നന്ദാദേവി, സുന്ദർബൻസ്, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവയാണ്. യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ ബയോസ്ഫിയർ റിസർവുകൾ നീലഗിരി, നന്ദാദേവി, സുന്ദർബൻസ്, ഗൾഫ് ഓഫ് മാന്നാർ. താഴെ പറയുന്നവയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏത്? നർമ്മദ. നർമ്മദയാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഏത്? ഹിമാദ്രി. ഹിമാദ്രിയാണ് ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം. ഹിമാദ്രി പര്യവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് 2008 ജൂലൈ 1 മുൻ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി കപിൽ സിബലാണ്. കപിൽ സിബൽ. ആർട്ടിക് മേഖലയിലെ പര്യവേഷണ കേന്ദ്രമുള്ള 10ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ധ്രുവ പര്യവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് നാഷണൽ സെൻറ്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷ്യൻ റിസർച്ച് ആണ്. ഗോവയിലെ നാഷണൽ സെൻറ്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷ്യൻ റിസർച്ച്. ഭൂമിയുടെ ഉത്തര ധ്രുവ പ്രദേശം ആർട്ടിക് സമുദ്രത്തിലാണ്. ആർട്ടിക് പ്രദേശം അറിയപ്പെടുന്നത് 50 ഡിഗ്രി സമ്മർ ഐസോതോം എന്നാണ്. 50 ഡിഗ്രി സമ്മർ ഐസോതോം. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യമേത്? ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് ഏറ്റവും വിസ്തീർണം കുറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യം. കിങ്ഡം ഓഫ് ഡെൻമാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം കോപ്പൻഹേഗനാണ്. കോപ്പൻഹേഗനാണ് ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ദേശീയ പതാകയുള്ള രാജ്യം ഡെൻമാർക്കാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ദേശീയ പതാകയുള്ള രാജ്യം. യൂറോപ്പിൻ്റെ അമ്മായിയമ്മ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യം ഡെൻമാർക്കാണ്. യൂറോപ്പിൻ്റെ അമ്മായിയമ്മ. ഡെൻമാർക്കിൻ്റെ പാർലമെൻറ്റ് ഹോൾക്കെറ്റിംഗ് ആണ്. ഹോൾക്കെറ്റിംഗ്. ഏറ്റവും വലിയ സ്കാൻഡിനേവിയൻ രാജ്യം സ്വീഡനാണ്. സ്വീഡനാണ് ഏറ്റവും വലിയ സ്കാൻഡിനേവിയൻ രാജ്യം. ഇതിൻ്റെ തലസ്ഥാനം സ്റ്റോക്ക്ഹോമാണ്. സ്റ്റോക്ക്ഹോമാണ് സ്വീഡൻ്റെ തലസ്ഥാനം. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്? ഫോൻ. ഫോൻ എന്ന ഉഷ്ണക്കാറ്റാണ് ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക വാദമാണ് ഫോൻ. മുന്തിരിക്കുലകൾ പാകമാവുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക വാദം. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്ന പ്രാദേശികവാദവും ഫൊനാണ്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഫൊനാണ്. മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. ചിനൂക്ക് മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ്. ഹേമന്തകാലത്ത് യൂറോപ്പിൽ അനുഭവപ്പെടുന്ന അതിശൈത്യമായ പ്രാദേശികവാദമാണ് മിസ്ട്രൽ. മിസ്ട്രൽ എന്നത് ഹേമന്തകാലത്ത് യൂറോപ്പിൽ അനുഭവപ്പെടുന്ന അതിശൈത്യമായ പ്രാദേശികവാദമാണ്. സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷമായി ബാധിക്കുന്ന കാറ്റാണ് മിസ്ട്രൽ. സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണ് മിസ്ട്രൽ. ഇന്ത്യയുടെ ഉത്തര സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ഈർപ്പരഹിതവും ചൂടേറിയതുമായ പ്രാദേശികവാദം ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലൂ. ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാറ്റാണ് ഹർമാട്ടൻ. ഈജിപ്തിലെ ഹർമാട്ടൻ. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ചേര രാജാവ് ആരെ? സ്ഥാണുരവി കുലശേഖരൻ. സ്ഥാണുരവി കുലശേഖരനാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ചേര രാജാവ്. AD 849 സ്ഥാണുരവിയുടെ 5ാം ഭരണവർഷത്തിൽ അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയത്. AD 849 സ്ഥാണുരവിയുടെ 5ാം ഭരണവർഷത്തിൽ അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയത്. സ്ഥാണുരവി ശാസനം, കോട്ടയം ചെപ്പേട് എന്നീ പേരുകളിലും തരിസാപ്പള്ളി ശാസനം അറിയപ്പെടുന്നു. സ്ഥാണുരവി ശാസനം അഥവാ കോട്ടയം ചെപ്പേട് എന്ന പേരുകളിലും തരിസാപ്പള്ളി ശാസനം അറിയപ്പെടുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്ന ആദ്യത്തെ പ്രമാണമാണ് തരിസാപ്പള്ളി ശാസനം.
കൊല്ലം നഗരം സ്ഥാപിച്ചത് മാർ സബീർ ഈസോ ആണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ലിഖിതമാണ് തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ അടിമത്തത്തെപ്പറ്റിയും പെരുമാൾ കാലഘട്ടത്തിലെ നൂറ്റുവർ സംഘത്തെക്കുറിച്ചുമുള്ള ആദ്യ പരാമർശം കാണപ്പെടുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ കച്ചവട സംഘമായ അഞ്ചുവർണ്ണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം തരിസാപ്പള്ളി ശാസനമാണ്. കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ശാസനം വിക്രമാദിത്യ വരവണൻ്റെ പാലിയം ശാസനമാണ്. പാലിയം ശാസനം. ജ്യോതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മൻ ഒന്നാമനാണ്. AD 1000 ഭാസ്കര രവിവർമ്മൻ ഒന്നാമനാണ് ജ്യോതശാസനം പുറപ്പെടുവിച്ചത്. ശാസനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എപ്പിഗ്രഫി. എപ്പിഗ്രഫി എന്നത് ശാസനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകൾ കാണപ്പെടുന്ന സ്ഥലം ഏത്? ഹംപി. ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പിൽ കാണപ്പെടുന്ന സ്ഥലം. 12ാം നൂറ്റാണ്ടിൽ കാംപില എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു ഹംപി. 12ാം നൂറ്റാണ്ടിൽ കാംപില എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഹംപിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശി ആര്? ജോർജ് യൂൾ. ജോർജ് യൂളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റായ വിദേശി. 1888 അലഹബാദ് സമ്മേളനത്തിലാണ് ജോർജ് യൂൾ കോൺഗ്രസ് പ്രസിഡൻ്റായത്. 1888 അലഹബാദ് സമ്മേളനത്തിൽ. കോൺഗ്രസ് പ്രസിഡന്റുമാരായ മറ്റു വിദേശികളാണ് വില്യം വെൻഡർ ബേൺ, അദ്ദേഹം 1889 പിന്നെ ആൽഫ്രഡ് വെബ് 1894. പിന്നെ ഒന്ന് ഹെൻറി കോട്ടൺ 1904. ഉദയംപേരൂർ സുന്നഹദോസ് എന്ന പ്രസിദ്ധമായ ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷം 1599. 1599 ഉദയംപേരൂർ സുന്നഹദോസ് എന്ന പ്രസിദ്ധമായ ക്രിസ്തുമത സമ്മേളനം നടന്നത്. ജയിലിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആര്? മേയോ പ്രഭു. മേയോ പ്രഭുവാണ് ജയിലിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി. 1872 ഫെബ്രുവരി 8 ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ വെച്ച് ഷേർ അലി എന്ന തടവുകാരനാണ് മേയോ പ്രഭുവിനെ വധിച്ചത്. 1872 ഫെബ്രുവരി 8 ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ വെച്ച് ഷേർ അലി എന്ന തടവുകാരനാണ് മേയോ പ്രഭുവിനെ വധിച്ചത്. വാണിജ്യം, കൃഷി എന്നിവയ്ക്ക് പ്രത്യേക വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഭുവാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ച വൈസ്രോയും മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭുവാണ്. മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീറിലാണ്. രാജസ്ഥാനിലെ അജ്മീറിലാണ് മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത്.